മരിച്ചവരെ സാക്ഷിയാക്കി ഒരു പുസ്തക പ്രകാശനം. ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനമാണ് ഒരു യുവ എഴുത്തുകാരന്റെ തുടക്കത്തിന് സാക്ഷ്യം വഹിച്ചത്. അഖിൽ പി ധർമ്മജൻ എന്ന യുവ എഴുത്തുകാരന്റെ ആദ്യ നോവൽ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ മനുഷ്യർക്കൊപ്പം മരിച്ചവരും സാക്ഷികളായിരുന്നു. വെള്ള ഫ്രോക്ക് ധരിച്ച് യക്ഷിയുടെ രൂപത്തിലെത്തിയ പെൺകുട്ടിയാണ് പ്രകാശനം ചെയ്യപ്പെടേണ്ട പുസ്തകവുമായി എത്തിയത്. പ്രകാശനം ചെയ്യുന്ന ആളെ പ്രഖ്യാപിക്കുന്നത് ചടങ്ങിന് തൊട്ടു മുൻപെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ആളെ തിരഞ്ഞെടുത്ത് നറുക്കെടുപ്പിലൂടെ. അഖിലിന്റെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സുഹൃത്തുക്കൾ പങ്കെടുത്ത ചടങ്ങ് അങ്ങനെ അത്യന്തം സസ്പെൻസ് നിറഞ്ഞതായിരുന്നു. ഫേസ്ബുക്കിൽ കിട്ടിയ അതേ സപ്പോർട്ട് തന്നെ ഇവിടെ റിയൽ ലൈഫിലും കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപാട് സന്തോഷം തോന്നുന്നു. അതൊരു ശ്മശാനത്തിൽ വെച്ച് നടക്കുമ്പോൾ ആരൊക്കെ വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ സപ്പോർട്ടുണ്ടായി. അതും പറയാനായിട്ട് ഞാൻ നോവലിൽ ട്വിസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പ്രകാശനത്തിന് ഒരു ട്വിസ്റ്റ് കൊടുത്തിരുന്നു. ഫേസ്ബുക്കിൽ തന്റെ പേജിലാണ് ഓജോ ബോർഡ് എന്ന നോവൽ ആദ്യമായി അഖിൽ പരിചയപ്പെടുത്തിയത്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിച്ചു. ഇവരുടെ കൂട്ടായ്മയിൽ ഇതിനാവശ്യമായ പണവും സ്വരൂപിച്ചു. BA സാഹിത്യ വിദ്യാർത്ഥിയായ അഖിൽ തന്റെ രണ്ടാമത്തെ സൃഷ്ടിയുടെ പണിപ്പുരയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.